ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമേഷ് ഈശ്വർ. നമ്മൾ മൂന്നാറിലെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്ത ആൾക്കാർ അത് കണ്ടതിന് ശേഷം നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് കാണാം. കാരണം നമ്മൾ മൂന്നാറിലെ പല സ്ഥലങ്ങളും ഇന്നലെ കവർ ചെയ്തു. ഇപ്പോൾ നമ്മൾ മറയൂരിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരുക്കി തന്ന റൂം എന്നുള്ളത് മറയൂരിലാണ്. സോൾ മിസ്റ്റ് എന്നുള്ള പാക്കേജിൻ്റെ ആൾക്കാരാണ് നമുക്കിതൊക്കെ സെറ്റാക്കി തന്നത്. ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ പോക്കറ്റ് റോഡിലാണ് പോകുന്നത്. നമുക്ക് അപ്പുറം കാണുന്നില്ല, ആ വഴി മാത്രമാണ് ചെറിയ പോക്കറ്റ് റോഡായിട്ട്. മൂന്നാറിൽ നിന്നും മറയൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ട് ഈ സോൾ മിസ്റ്റ് എന്നുള്ള പാക്കേജിൻ്റെ ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ജീപ്പിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി റൂമിലേക്ക് കയറുകയാണ്. എങ്ങനെയുണ്ട് റൂം? അഭിപ്രായത്തിൽ നല്ല അടിപൊളി റൂമാണ്. അതിനാ നല്ല റൂം. നമ്മുടെ നൈറ്റ് ഫുഡാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും താറാവ് ഫ്രൈ. ചപ്പാത്തിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. നല്ല ഫുഡാണ്. നെഗറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. നല്ല അടിപൊളി ഫുഡാണ്. ഏകദേശം ആരും ബാക്കി വെച്ചില്ല, എല്ലാവരും നന്നായി കഴിച്ചു. പിന്നെ നമുക്ക് പുറത്ത് ക്യാമ്പ് ഫയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ക്യാമ്പ് ഫയറിന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഇരുന്ന് നമ്മുടെ ക്യാമ്പ് ഫയറിനുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങി. തീ ഇങ്ങനെ ആളി കത്തുകയാണ് ഗൈസ്. പാട്ടോടോ അടുത്ത് നമുക്ക് അനിയേട്ടനോട് എന്തെങ്കിലും കറോക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അനിയേട്ടൻ പാടുകയായിരിക്കും. കുട്ടി എന്താണ്, പാടുകയാണോ ഡാൻസ് കളിക്കണോ? ഞാൻ പാട്ട് വേണം. പാട്ട് കാണുന്നില്ല പൊന്മയിലായി മാറാം കടി കണ്ടേ കാണുന്നതിലെല്ലാം മഴവില്ലുള്ളതുപോലെ ശൈലുള്ളവയെല്ലാം നനഞ്ഞതുപോലെ കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. ചെറുക്കന് ഇഷ്ടപ്പെട്ടില്ല. ഗ്ലാസ് ചായ സുമുഖനും സുന്ദരനുമായ ചെക്കൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്ന പിന്നെ അങ്ങ് ഫ്ലാഷ് ലൈറ്റ് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ചെറുക്കൻ. അല്ല, ഇത്രയും സുന്ദരനും സുമുഖനും അതന്നെ ഇല്ലേ? ഇല്ല, കഴിഞ്ഞിട്ടാ. പാട്ടിൽ പറഞ്ഞതെന്ത്
ഉൾട്ടെടുത്തപ്പോ ഞാൻ കൊടുത്തു അങ്ങനെ ഉണ്ടാ ഗൈസ്, നമ്മുടെ ഹോം സ്റ്റേയിൽ നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എഗ്ഗെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ട് എന്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളി മുറിക്കുന്ന പരിപാടിയാണ് അടുത്തത്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ മുറിച്ച് ഞങ്ങൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിച്ചു. അങ്ങനെ അന്നത്തെ നൈറ്റ് ക്യാമ്പ് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്തു. അത് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്താണ്, ഇന്നത്തെ ഡേ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇനി നാളെ രാവിലത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മുടെ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ രാവിലത്തെ വീടിന് പുറത്തുള്ള കാഴ്ചകളാണിത്. നല്ല അടിപൊളി കാഴ്ചയാണ് ഗൈസ്. നല്ല ചുറ്റും നോക്കിയാൽ മതി, നല്ലൊരു ഫീലുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മളെല്ലാവരും നേരത്തെ എണീറ്റു, എന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് ചായ കുടിച്ചു. ഞാൻ പൊതുവേ ചായ കുടിക്കാറില്ല. ഞാൻ മാത്രം എന്താണ് ചൂടുവെള്ളം കുടിച്ചു, ബാക്കിയെല്ലാം എന്ത് ചെയ്തു, ചായ കുടിച്ചു. പിന്നെ ചായയും കായും നല്ല കോമ്പിനേഷനാണ്. എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് ഇന്നുണ്ടാക്കിയ ചായ? നിവ്യയുടെ സ്പെഷ്യൽ ചായ എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി റെഡിയായി. അപ്പോഴേക്ക് നമ്മളെ പാക്കേജിൻ്റെ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടും മുട്ടക്കറിയുമാണ് ഗൈസ് ഉള്ളത്. പുട്ടും മുട്ടക്കറിയും ചൂട് കൂട്ടിയിട്ട് അതിൽ കല വീണ്ടുണ്ടായിരുന്നു. എന്താണ് ഫുഡ്? അടിപൊളി സൂപ്പർ. അങ്ങനെ നമ്മൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇന്നലെ രാത്രിയാണെങ്കിലും ഇന്ന് രാവിലെ ആണെങ്കിലും കിട്ടിയ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. സാധാരണ നമുക്ക് പാക്കേജിങ് ഒക്കെ എടുക്കുമ്പോൾ ഫുഡിന് പ്രശ്നം വരാറുണ്ട്. പക്ഷേ ഇവരുടെ ഫുഡിന് യാതൊരു പ്രശ്നമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ്. പിന്നെ നമ്മളെന്തായാലും ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് മറയൂർ ഇന്ന് കറങ്ങാനുണ്ട്. നമ്മുടെ കലാവിരുന്നുകളായ ഫോട്ടോ എടുക്കൽ നമ്മളിവിടെ തുടങ്ങിക്കൊണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. ഇന്നലെ ജീപ്പല്ല, ജീപ്പ് മാറിയിട്ടുണ്ട്. പക്ഷേ ഡ്രൈവർ നമ്മുടെ ആൾ തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാവരും ഇന്ന് റിട്ടേൺ അടിക്കും. വൈകുന്നേരം പോകുന്നത്. പക്ഷേ വൈകുന്നേരത്തിന് മുമ്പ് ഏകദേശം മറയുന്ന കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന്. എല്ലാവരും ജീപ്പിൽ കയറി. നമ്മളെല്ലാവരുടെ കയ്യിലും ബാഗ് ഉണ്ട്. അപ്പോൾ ബാഗ് വെച്ചിരിക്കാൻ കുറച്ച് ഡിസ്കംഫർട്ടബിളാണ്. പക്ഷെ അവർ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ഷോപ്പിൽ വെക്കാമെന്നാണ് പറഞ്ഞ ബാഗ് നമുക്ക് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഷോപ്പിൽ. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് ഫ്രീ ആയിട്ടാണ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി വന്ന വഴി നമുക്ക് ഇരുട്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമുക്ക് നല്ല വഴിയൊക്കെ കാണാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലമാണ് കേസ്. നമ്മൾ വന്ന വഴിയാണെങ്കിലും നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ജീപ്പ് കുറച്ച് മുമ്പോട്ട് എത്തുമ്പോഴത്തേക്ക് നിർത്തേണ്ടി വന്നു. വേറെ ഒന്നുമില്ല, ഒരു സാധനം മറന്നിട്ടായിരുന്നു, അതെടുക്കാൻ വേണ്ടി രണ്ടാമത് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ എടുത്തു വന്നു. നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്.
അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് കൃഷിയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്നത് വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ വാട്ടർഫോൾസിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട്, ഞങ്ങൾ പോകുന്നത് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരുപാട് ജീപ്പുകളൊക്കെ മുമ്പോട്ട് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഓഫ് റോഡിന് ശേഷം നമ്മൾ നമ്മുടെ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ജീപ്പിൽ നിന്ന് മെല്ലെ ഇറങ്ങി. ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് സെക്കൻഡ് സാറ്റർഡേ ആണ്, അപ്പോൾ നല്ല തിരക്കുണ്ടാവും. നമ്മൾ മെല്ലെ ഇറങ്ങി വാട്ടർഫോൾസിൻ്റെ അവിടെ. ഈ ദൂരത്ത് നിന്ന് കാണുന്നുണ്ട് വാട്ടർഫോൾസ്. നമ്മൾ അവിടത്തേക്ക് പതിയെ നടന്നു. ഈ കാണുന്നതാണ് കിയാന്തൂർ വാട്ടർഫാൾസ്. നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് ഡ്രൈവർമാർ ഒരു സമയം പറയും. അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, കണ്ട് തിരിച്ചെത്തുക. അല്ല, നമുക്കിന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളിവിടെ എന്ത് ചെയ്തു, നല്ല ആംബിയൻസാണ്. അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലവുമാണ്. നമുക്കെന്ത് ചെയ്യും, ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ ആയിട്ട്. നമ്മളെന്ത് ചെയ്തു, തൊട്ടടുത്തേക്ക് പോയി ഫോട്ടോസൊക്കെ എടുത്തു. കിയാന്തൂർ വാട്ടർഫാൾസിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഹണി റോക്സ് എന്ന സ്ഥലത്താണ്. ആ പേരിൽ തന്നെയാണ് എന്താ സംഭവം എന്നുള്ളത്. അതായത് ഒരു പാറ മൊത്തം തേനീച്ചകളുടെ കൂടാണ്. കാണാൻ അടിപൊളിയാണ്. ഈ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരുടെ സ്ഥലം ഇടുക്കിയാണ്, ഒരു ബ്രദറാണ്. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് അവരെ നേരിട്ട് മീറ്റ് ചെയ്തു. ഷിജു എന്നാണ് പേര്, മറ്റത് അവരുടെ വൈഫാണ്. അപ്പം നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചു. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ്. ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഭ്രമരം മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും, മോഹൻലാലിൻ്റെ പടമാണ്. ആ പടം ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ. ആ പടം ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന പേര് വന്നത്. അപ്പോൾ നമ്മളിവിടെ ചെന്ന സമയത്ത് ഒരുപാട് ജീപ്പുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല കാഴ്ചയായിരുന്നു അവിടെ നമുക്ക് കാണാനുണ്ടായിരുന്നത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ടൊരു കുതിരയെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിരൻ്റെ റൈഡിന് ഒരാൾക്ക് 100 രൂപയാണ്. ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, ഏകദേശം ആൾക്കാരും അതിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കി. പതിയെ പോവുള്ളൂ. അതൊരു എക്സ്പീരിയൻസ് ആണ്, എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തു. പേടിച്ചൊക്കെ ഇരുന്ന ആൾക്കാരുണ്ട് ഇതിൽ. ഒരു പടത്തിൻ്റെ പേരിൽ മാറിയ സ്ഥലത്തിൻ്റെ പേരാണ് ഭ്രമരം വ്യൂ പോയിൻ്റ്. ആ പടം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥലത്തിന് ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന പേര് വന്നത്. നമ്മൾ ഏറുമാടത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചയാണ് കാണുന്നതും. ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ ഭംഗി ഭയങ്കരമായിരിക്കും. നമ്മളെല്ലാവരും എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യുന്ന മെയിൻ കാര്യമുണ്ട്, ഫോട്ടോ എടുക്കൽ. അപ്പം നമ്മളും എന്ത് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്, കാരണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് സിപ്പ് ലൈൻ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ കൂട്ടത്തിലുള്ള ആരും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തു തരണമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു തരും. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഇടുന്നുള്ളൂ. എന്തായാലും നമുക്ക് ലൈഫിൽ പോയൊരു എക്സ്പീരിയൻസ് എന്നും കാണണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കണം എന്തായാലും.
സിപ്പ് ലൈൻ എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ നേരെ പോയത് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. കരിമ്പ് ജ്യൂസൊക്കെ ഒരു ടാങ്കിൽ ഒഴിച്ച് അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലൈവായിട്ട് കാണാം. എന്തായാലും അവിടെ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ശർക്കര എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. നമ്മൾ അവിടുത്തെ അത് കഴിഞ്ഞ് നമ്മളെന്താണ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമുക്കൊരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് മുരുകമലയിലാണ്. നല്ല ഷേക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം ജീപ്പ് ട്രെക്കിംഗ് ഏരിയ ആണ്. നല്ല കുലുങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമാതിരി കുലുക്കാണ്. നല്ല രസമാണ്. എന്തായാലും മുരുകമല അത് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കാനുണ്ട്. മുരുകമല അല്ല, അത് സോറി, അത് താഴെ കിടന്ന് തമിഴ്നാട് പളനി സ്ഥലം, മൂന്നാർ. ഇത് കാന്തല്ലൂർ, ഇതിന്റെ ബാക്ക് സൈഡ് കൊടൈക്കനാൽ. 360 വ്യൂ ആണ് കേട്ടോ. നമ്മൾ അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. നല്ല കിഡു സ്ഥലമാണ് ഗൈസ്. സമയം വൈകുന്നേരം ആവാറായിട്ടുണ്ട്. നമ്മൾ മുരുകമലയുടെ കാഴ്ച കണ്ട് ഇറങ്ങുകയാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് കഴിക്കണം. എല്ലാവരും ട്രിപ്പിൻ്റെ മൂഡിൽ ആർക്കും വിശപ്പേ ഇല്ല. കാരണം എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഈ ട്രിപ്പ് പോകുന്നുള്ളത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഈ ഫുഡ് നമ്മളെ സെൽഫ് എക്സ്പെൻസ് ആണ്. പാക്കേജിൽ വരെ മോർണിംഗ് ഫുഡ് വരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കേണ്ട സ്പോട്ടിലെത്തി. നമുക്കൊരു ഷോപ്പിലാണ് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ബിരിയാണി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് ഈ കാണുന്ന വീട്ടിലേക്കാണ്. നമുക്ക് ഫ്രഷ് അപ്പ് ആവാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാർ യാത്ര കഴിഞ്ഞ് നമ്മളെന്താണ് നേരെ പോയൊരു ടവേര പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൊള്ളാച്ചി വരെ പോകുന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ബസ്സിൽ, പൊള്ളാച്ചിയിൽ നിന്ന് ബസ്സിൽ പാലക്കാടേക്കാണ്. നമ്മൾ വന്ന വഴിയല്ല തിരിച്ചു വരുന്നുള്ളത്, എന്തായാലും ഡിഫറെൻറ്റ് റൂട്ടായിട്ടാണ്. ഇത് എളുപ്പവഴി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ വരാൻ തീരുമാനിച്ചത് തന്നെ. അങ്ങനെ ബസ്സിൽ കയറി. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ ബുക്ക് ചെയ്തായിരുന്നു. അതേ ട്രെയിൻ തന്നെ പാലക്കാട് നിന്നുണ്ട്. അപ്പോൾ നമുക്ക് പാലക്കാടേക്ക് പോയിട്ട് പോകുന്നതാണ് എളുപ്പമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിങ്ങനെ വരുന്നത്. അപ്പോൾ ബസ് എന്ത് ചെയ്തു, 10 മണിക്ക് പാലക്കാട് എത്തി. പാലക്കാട് ഇറങ്ങി നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഗേജൊക്കെ വെച്ച് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് സമയം ഒരുപാടുണ്ട്. നമുക്ക് ട്രെയിൻ 2:30ക്കാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരുടെ ഓപ്ഷനിൽ മൂവിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ തിയേറ്ററിൽ വന്നു. 11:30ക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു, പ്രണവ് മോഹൻലാലിൻ്റെ ഡയസിയറി. അപ്പോൾ നമ്മൾ ആ പടത്തിന് കയറി. ഹൊറർ പടമായിരുന്നു, എല്ലാവരും കണ്ടു. നല്ല നൈസ്. അങ്ങനെ ഞങ്ങൾ പടം കണ്ട് ട്രിപ്പിനെ കുറിച്ച് ട്രിപ്പിന്റെ ക്ഷീണമാണ്. അടിപൊളി, അടിപൊളിയാണ്. എത്ര വേണേ വരണമെന്നേ ഉണ്ടായിട്ടാണ് അറിഞ്ഞോളൂ. അശ്വിനി അങ്ങനെ ഉണ്ടോ? അങ്ങോട്ട് നോക്കൂ, അതവിടെ ട്രിപ്പ് നല്ല സൂപ്പർ ഉണ്ടായിരുന്നു. ഒരു 5-6 ദിവസം കൂടെ അവിടെ നിൽക്കണമായിരുന്നു, മതിയായില്ല. കുറച്ചുകൂടി സ്ഥലങ്ങൾ കവർ ആക്കാനുണ്ട്. പിന്നെ മറയൂരിൽ തന്നെ കരിമീൻ ജ്യൂസ് കുടിക്കുമ്പോൾ മറയൂരിൽ തന്നെ കരിമീൻ ജ്യൂസ് കുടിക്കണം. സൂപ്പർ. നമ്മൾ നാട്ടിൽ കിട്ടുന്ന കരിമീൻ ജ്യൂസ് പോലെയല്ല, ചെറിയ ഗ്ലാസ്സിൽ കിട്ടുന്നു. ഫുഡ് കുടിച്ചാൽ മതിയാണ്. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു. 2:30 മണിക്ക് ട്രെയിൻ വന്നു. 8:30 മണിയാകുമ്പോൾ കാസർഗോഡ് എത്തി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കിനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.